ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട്. നമ്മൾ അതിനു വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഒരാളും കൂടെ വരാനുള്ള ആള് ലേറ്റ് ആയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അവള് വന്നിട്ട് നമ്മൾ പോവും. ഒരാൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ കല്യാണ സ്ഥലത്ത് എത്തിയപ്പോൾ ഞങ്ങൾ നേരെ സ്റ്റാർട്ടേഴ്സിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇവരെന്നോട് പറയുമായിരുന്നു ഇങ്ങനെ കഴിച്ചു നോക്ക് ചൂട് കട്ട്ലറ്റാണ്. ദേവ് കണ്ടോ നല്ല ടേസ്റ്റിൽ ആന വയലോട്ട് അങ്ങ് ചൂട് കട്ട്ലറ്റ് ഇട്ടത്. ഇത് പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഫാത്തിമാനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്ന് കരയൂ, ഒന്ന് ഇമോഷണൽ ആവൂ എന്നൊക്കെ പാരൻസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നെ ഞാനും ദേവ് ഇത് റീൽ എടുക്കാമെന്ന് വിചാരിച്ച് ശ്രമിച്ച കാര്യമാണ്. റീൽ എടുക്കലൊന്നും നടന്നില്ലെങ്കിലും ചുറ്റുമുള്ളവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾ പിന്നെ ആ വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്തു. ഞാൻ ബാക്കിൽ നിന്ന് വന്ന് ഓടി വീഴുന്ന കെട്ടിപ്പിടിക്കലായിരുന്നു പ്ലാന്. പക്ഷെ അത് അത്ര വൃത്തിയായിട്ട് നടന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇറങ്ങി വന്ന ബ്രൈഡിനെയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് വിളിച്ച് കാറുമായിരുന്നു, ഫാത്തിമ ഇങ്ങോട്ട് നോക്കും, ഫാത്തിമ ഇങ്ങോട്ട് നോക്കും, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴല്ലേ ക്യാമറാമാൻ നമ്മളെ നോക്കൂ. അപ്പം അങ്ങനെ നല്ല അടിപൊളി കല്യാണമായിരുന്നു. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് ബ്രൈഡിൻ്റെ എൻട്രി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ചെന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നില്ല, ഇത്ര അടിപൊളിയായിട്ടുള്ള ഫുഡായിരുന്നു. അർഫാനൊക്കെ കഴിച്ച് കോൺസെൻട്രേഷൻ പോലും അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് കഴിക്കുന്നത്. ദേവു ആണെങ്കിൽ കുറേ ചിക്കൻ ബിരിയാണി കഴിച്ചു, കുറേ മട്ടൻ ബിരിയാണി കഴിച്ചു, പിന്നെ ചിക്കൻ ഫ്രൈ കഴിച്ചു. ആ വയറ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ കഴിഞ്ഞ് ഇവർ വീണ്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇനി എന്തിനാ ഒരുങ്ങുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കേക്ക് മാറ്റി വെച്ച കേക്കിൽ നിന്ന് തോണ്ടി കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ അവർ